എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ശങ്കറിന്റെ ഗൗരിയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തെ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശങ്കറിന്റെ പുതിയൊരു മുഖമാണ്. ശങ്കറിന്റെ മനസ്സിലേക്ക് വീണ്ടും വിഷം കുത്തി നിറയ്ക്കുവാണ് മഹാദേവനും തങ്കച്ചിയൊക്കെ. അതിന്റെ അന്തർബലങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ വേണിക്ക് ചില സംശയങ്ങളൊക്കെ ആദർശിൽ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ്. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്ന് നമ്മൾ അവസാനം കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗരിയോട് ദേഷ്യപ്പെട്ട് ഗ്ലാസ് ഒക്കെ എറിഞ്ഞ് പൊട്ടിച്ചിട്ട് ശങ്കർ മുറിയുന്ന പുറത്തേക്ക് അങ്ങോട്ട് പോവാണ്. ഗൗരിക്ക് സഹിക്കാൻ പറ്റിയില്ല. താൻ എന്താ വലിയ തെറ്റ് ചെയ്തത് പറഞ്ഞ് തെറ്റ് ചെയ്തെന്ന പോലെയാ ശങ്കറിന്റെ ഇപ്പോഴത്തെ പെരുമാറ്റം. താനൊരു തെറ്റ് ചെയ്താൽ തനിക്കറിയാം. കമലടത്തിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയാൽ അത്ര വലിയ തെറ്റാന്ന് ഗൗരിക്ക് തോന്നിയില്ല. പക്ഷെ ശങ്കർ എന്തിനാണ് ഇത്രമാത്രം തന്നോട് ദേഷ്യപ്പെടുന്നത് മാത്രം ഗൗരിക്ക് അറിയില്ലായിരുന്നു. പിന്നീട് ഗൗരി സങ്കടപ്പെട്ട് മുറിയിലിരിക്കുമായിരുന്നു. ഈ സമയത്ത് ശങ്കർ ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മഹാദേവനോട് ഇരിപ്പുണ്ടായിരുന്നു. ശങ്കർ എൻ്റെ ആ വരവൊക്കെ കണ്ടു കഴിഞ്ഞാൽ മഹാദേവന് തോന്നി എന്തോ ഒരു പ്രശ്നമുണ്ട് മുറിയിൽ. അതാണ് ശങ്കർ ഇത്ര ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. എന്താ കുട്ടി ശങ്കര, എന്ത് പറ്റി നിന്റെ മുഖം വല്ലാതിരിക്കുന്നതോ എന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല അച്ഛാ, എനിക്കറിയാം നീ നിന്റെ ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കിയോ. എനിക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുള്ളൂ. അവളുണ്ടല്ലോ, അവളെ സൂക്ഷിക്കേണ്ട ഇനമാ. അവളുടെ കഴുത്തിന് ചുറ്റും നാക്കറിയാവോ. അല്ലെങ്കിൽ നീ പറയുന്ന എന്തെങ്കിലും കാര്യം അവൾ അനുസരിച്ചിട്ടുണ്ടോ. എപ്പോഴും നിന്റെ മേലെ മേധാവിത്വം സ്ഥാപിക്കാനല്ലേ അവൾ ശ്രമിച്ചിട്ടുള്ളൂ. നീ വെറും അവളുടെ കളിപ്പാവയായിട്ട് ഇങ്ങനെ തുള്ളല് ശങ്കര. നിനക്ക് കുറച്ച് നിന്റേതായ കുറെ ഐഡിയാസ് ഒക്കെ വേണം. അല്ലാതെ നിന്റെ ഭാര്യ പറയുന്ന കേട്ട് നീ തുള്ളിയിട്ടുണ്ടെങ്കിലേ അവസാനം നീ പെരുവഴിയായിരിക്കും. ഞാൻ പറഞ്ഞില്ല കേട്ടില്ലെന്നൊന്നും വേണ്ടാന്ന് പറയണം. ശങ്കർ അച്ഛൻ ഇത് എന്തിറഞ്ഞിട്ടേ പറയണേ. എനിക്ക് കൂടുതലൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഞാൻ ഇന്നു വന്നില്ലേ അല്ലല്ലോ നിന്നെ കാണാൻ തുടങ്ങിയത്. നിന്റെ മുഖത്തൊരു ചെറിയൊരു ഭാവമാറ്റം വന്ന് എനിക്ക് അറിയാൻ പറ്റും. ഇതൊക്കെ പറഞ്ഞിട്ട് മഹാദേവനും കൂടെ പോവാണ്. അപ്പൊ ശങ്കറിന് ആകെപ്പാടെ മനസ്സിന് അസ്വസ്ഥയായിരുന്നു. ഗൗരി എന്തിനാ തന്നോട് ഇങ്ങനെയൊക്കെ പറയണേ. ദേഷ്യപ്പെടുന്നൊക്കെ ശങ്കറിന്റെ ഉള്ളിലുണ്ടായിരുന്നേ. പക്ഷെ താൻ ചെയ്ത് തെറ്റാന്നുള്ളൊരു രീതി ശങ്കറിന് അപ്പോഴും തോന്നിയിരുന്നില്ല. അതിന് തക്കതായ ഒരു കാരണം അവിടെ ഉണ്ടായിട്ടില്ല. ഗൗരി കമലയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് ഇത്ര വലിയ ഇഷ്യൂ ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നീട് കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുമായിരുന്നു. വൈകുന്നേരം അത്താഴം കഴിക്കാൻ വന്നിരിക്കുകയാണ്. അത്താഴം കഴിക്കാൻ വന്നിരുന്ന് കഴിയുമ്പോഴത്തേനും ഗൗരി എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയാണ്. പിന്നെ ശങ്കറിന് വിളമ്പി കൊടുക്കാൻ ശങ്കർ വേണ്ടാന്ന് കൈകൊണ്ട് കാണിച്ചു. പിന്നീട് ശങ്കർ തന്നെ എടുത്ത് കഴിക്കുകയും ചെയ്യുന്നത്. തങ്കച്ചിക്ക് ഇത് കണ്ടപ്പോൾ അത്ഭുതം തോന്നി. കൊള്ളാം, ഇവിടെ തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇവൾക്കിട്ട് കിട്ടിയ ഒരു എട്ടിന് പണിയാ. അല്ലെങ്കിൽ എപ്പോൾ നോക്കിയാലും അവളുടെ സാരത്തുമ്പേ പിടിച്ചിട്ട് നടക്കുമായിരുന്നു ഇവന്. എന്തെങ്കിലും താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കടിച്ചു തിന്നാൻ വരുമായിരുന്നു. ഇപ്പൊ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഇത് തന്നെ മാക്സിമം അങ്ങോട്ട് വിനിയോഗിക്കണം. പിന്നീട് തങ്കച്ചി ചോദിച്ചു, എന്താ ശങ്കര നിന്റെ മുഖം കടന്നിൽ കുത്തിയ പോലെ ഇരിക്കണേന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല. എന്താ നിന്റെ ഭാര്യയായിട്ട് വല്ല സൗന്ദര്യപ്പണക്കം ഉണ്ടാക്കിയോ? അതെങ്ങനെയാ? ഇവളുടെ കയ്യിലിരിപ്പ് വെച്ച് നോക്കി കഴിയുമ്പോൾ ഇവൾ ഈ കുടുംബത്തിൽ പോലും കാണണ്ടല്ല. നീ ആയതുകൊണ്ടാണ് ഇവളെ ഇങ്ങനെ സഹിക്കുന്നേ. എന്റെ ശേഖർ അങ്ങനെ വരുന്ന പണ്ടേ ഇവളെ അടിച്ച് പുറത്താക്കിയാണെന്ന് പറയണം. ശേഖർ ഈ സമയത്ത് വലിയ താനെതാണ്ട് വലിയ കാര്യം ചെയ്യുന്ന മട്ടിലാണ് ഇരിപ്പും ഫുഡ് കഴിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാവം കമല അങ്ങോട്ട് വന്നതുകൂടിയില്ല. കമലയ്ക്കാണ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയതിന്റെ പേരിൽ താൻ കാരണം ഗൗരിയാണ് ചീത്ത മൊത്തം കേട്ടെന്ന് കമലയ്ക്ക് അറിയായിരുന്നു. ശങ്കറിന്റെ ഈ സ്വഭാവമാറ്റം കണ്ടിച്ചപ്പോഴത്തേക്കും ഗൗരിക്ക് ഭയങ്കര ദേഷ്യവും സങ്കടവും വന്നു. ഒരു തെറ്റും ചെയ്യാതെ എന്തിനാ ഇങ്ങനെ ശിക്ഷ അനുഭവിക്കുന്നത്. പിന്നീട് ഗൗരി പറഞ്ഞു, ശങ്കറെ കഴിക്കുന്നു പറഞ്ഞ് എടുത്തു കൊടുത്തിട്ടുണ്ട്. വേണ്ടാന്ന് പറഞ്ഞ പിന്നെ വേണ്ടാന്നല്ലേ അർത്ഥം. എനിക്കറിയാം, ഞാൻ എടുത്ത് കഴിച്ചോളാന്ന് പറയണം. അപ്പൊ ശങ്കറിനോട് പറഞ്ഞ് ദേഷ്യം തീർക്കുക. ശങ്കർ ഇവിടെ ഒരു പണി ചെയ്തിട്ടല്ലോ കഴിക്കണമെന്ന് ആ ഒരു ദേഷ്യം തീർത്താണ് ശങ്കർ. പിന്നീട് ഗൗരി മുറിയിലേക്ക് പോവാണ്. ഈ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശാണെങ്കിൽ ആകെപ്പാട് ടെൻഷൻ അടിച്ച് മുറിയിലിരിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവിടെ ഒന്ന് വിളിക്കാനും പറ്റുന്നില്ല രഞ്ജുവിനെ വിളിച്ചൊന്ന് സോറി പറയണതൊക്കെ ഉണ്ട്. പിന്നെ ഓർത്ത് വേണ്ട, ഇനിയിപ്പോൾ സോറി പറയാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയാലോ. അവൾ തന്നോട് ഇനിയിപ്പോൾ സംസാരിക്കാൻ തുടങ്ങും. അതിപ്പോൾ വേണി കണ്ട അതിനേക്കാളും വലിയ പ്രശ്നമാവും. അവൾക്ക് തന്നോട് ഇഷ്ടമാണെന്നുള്ള അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അധികം കൂടുതലൊന്നും അടുക്കാൻ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നോർത്ത് ആദർശിക്കുക. ഈ സമയത്ത് വേണി അങ്ങോട്ട് കടന്നു വന്നു. വേണി വന്നിട്ട് ചോദിച്ചു, അല്ല ആദർശാണ് ഇത് എന്ത് പറ്റി? ഉച്ചയ്ക്ക് വന്നപ്പടം തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക, ഇഞ്ചി കടിച്ച് കുരങ്ങിനെ പോലെ ഇരിക്കുന്നത്. എന്തോ ഒരു വിഷയം ഉണ്ടെന്ന് പറയാം. ഒന്നുമില്ല വേണി, നിനക്ക് തോന്നാം. പിന്നെ എന്തിനാ ആദർശാണ് ഉച്ചയ്ക്ക് ലീവ് എടുത്തതെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ എനിക്ക് നല്ല സുഖം തോന്നിയില്ല. അത് മാത്രമല്ല എനിക്ക് എക്സാം ഉണ്ട്, എനിക്ക് പഠിക്കണമെന്ന് പറയാം. എക്സാമോ? എന്താ എക്സാം? അത് ബാങ്കിന്റെ ഒരു ടെസ്റ്റ് ഉണ്ട്, അതിന് വേണ്ടിയിട്ടാന്ന് പറയാം. നിനക്ക് അതുപോലെ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് ചോദിക്കുക. അതങ്ങനെയാ, എനിക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് ആദർശാന്റെ ഭാഗ്യം എന്ന് പറയണം. അല്ല നിനക്ക് അടുക്കള ജോലിയൊന്നും ഇല്ലേന്ന് ചോദിക്കണം. എന്താ ഇപ്പം ഞാൻ ഇവിടെ ഒന്നും ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിക്കണം. ഇല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ആദർശന് കുറച്ച് സമയം തന്നെ ഇരിക്കാനായിട്ടാണ് തോന്നിയത്. വേണ്ടി അടുത്ത് വന്നിരുന്ന് ഓരോന്ന് ചോദിക്കുമ്പോൾ തനിക്ക് ഉത്തരം മുട്ടുന്നുണ്ടോ എന്നൊരു സംശയം ആദർശിന്റെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. പിന്നീട് വേണി പറഞ്ഞു, എന്താ ആദർശേട്ടാ, എന്തുണ്ടെങ്കിലും വേണിയോട് തുറന്നു പറ. ഒന്നുമില്ല,
ഓഫീസിൽ എന്തോ ഒരു കാര്യമായിട്ട് പ്രശ്നമുള്ള പോലെ എനിക്ക് തോന്നുന്നു. ഉം. എന്ത് പറ്റി, മാനേജർ ചീത്ത പറഞ്ഞെന്ന് ചോദിക്കണം. എൻ്റെ പൊന്നു വേണി, എന്നെ കുറേ സമയം തന്നെ വിടാവോ, ഞാൻ ഇവിടെ ഒന്ന് ഇരുന്നോട്ടെ എന്ന് പറയണം. ഓ, ഇപ്പം ഞാൻ അടുത്ത് വന്നിരുന്നാ പ്രശ്നമില്ലേ, എന്നാൽ ഞാൻ അങ്ങോട്ട് പൊക്കോളാം. ഇനിയിപ്പം ഞാൻ കാരണം ഒരു ശല്യം ഉണ്ടാവണ്ടെന്ന് പറഞ്ഞ് വേണി ഇങ്ങോട്ട് പോവാണ്. ആദർശന് മനസ്സിലായി വേണി പിണങ്ങിപ്പോയതാന്ന്. പാവത്തിന് അറിയത്തില്ലോ താൻ അനുഭവിക്കുന്ന മാനസികത എന്താന്നുള്ളത്. ജഞ്ജുവിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് പലവട്ടം ആലോചിച്ചാ, പക്ഷെ പറയാനും ഒരു പേടി. ഇനിയിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്ന് അറിയത്തില്ലോ. അങ്ങോട്ട് പോയിട്ട് തിരിഞ്ഞു നിന്നിട്ട് വേണി പറഞ്ഞു, അതേ ആദർശേണ്ട മനസ്സിലുള്ള എന്താ ഉള്ളതെന്ന് എനിക്കറിയാം, ഞാൻ ഇന്ന് കണ്ടുപിടിച്ചോളട്ടാ, അധികം വൈകാതെ തന്നെ. കണ്ടുപിടിച്ച് കഴിയുമ്പം ആദർശേണ്ട എൻ്റെ മുമ്പിൽ കിടന്ന് അഭിനയിക്കലെന്ന് പറഞ്ഞിട്ട് വേണി അങ്ങോട്ട് പോകുന്നത്. അപ്പം ആദർശോർത്തെ ഇവളിനി എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവോ, എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പറയാൻ പറ്റില്ല. വേണി ആയതുകൊണ്ടൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല. അവളുടെ സ്വഭാവം എപ്പോഴാണ് മാറുന്നത് പറയാനും പറ്റില്ല. പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശങ്കർ മുറിയിലേക്ക് വരികയാണ്. മുറിയിലേക്ക് വന്നിട്ട് ശങ്കർ ബെഡേ കിടക്കാൻ നേരെ ആ സെറ്റിയെ കയറി കിടക്കുവാണ്. അപ്പോൾ സെറ്റിയെ കയറി കിടന്നങ്ങോട്ട് അവിടെ കിടന്നുകൊണ്ട് മയങ്ങുവാണ്. കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഗൗരി അടുക്കളയിലെ ജോലിയൊക്കെ തീർത്ത് മുറിയിലേക്ക് വരുന്നത്. മുറിയിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശങ്കർ സെറ്റിയെ കിടക്കുന്ന. ഇതെന്താ ഇത് പതിവില്ലാത്താണല്ലോ, ഇതെന്താ ഇവിടെ കിടക്കുന്നേ. ഗൗരി കുറേ സമയം അവിടെ ഇരുന്നു. ശങ്കർ എഴുന്നേക്കുവാണെങ്കിൽ ഇവിടെ കിടത്താമെന്ന് ഓർത്തുണ്ട്. കുറേ സമയമായിട്ട് എഴുന്നേക്കുന്നില്ല. പിന്നെ ഗൗരി പതുക്കെ പോയി ശങ്കറിനെ വിളിച്ചു, ശങ്കറെ എഴുന്നേറ്റ് വാ, എഴുന്നേറ്റ് ഒന്നും ബെഡേ കിടക്കാൻ പറയണം. ശങ്കറും എഴുന്നേറ്റ് ബെഡേ കിടക്കാൻ എന്തിനാ, ഞാൻ ഇവിടെ കിടന്നോളാന്ന് പറയാം. അത് ശരിയാവത്തില്ല, ശങ്കർ വാ ഇവിടെ കിടന്നാമെന്ന് പറയാം. നിനക്ക് എന്നെ പറഞ്ഞാൽ മനസ്സിലാവില്ലേന്ന് ചോദിക്കും. ശങ്കറിന് എനിക്കറിയാം ശങ്കറിന് ഇവിടെ കിടന്ന് ഉറക്കം വരില്ലെന്ന്. അതുകൊണ്ട് എൻ്റെ കൂടെ വന്ന് ബെഡേ കിടക്ക്, നമുക്ക് ഒരുമിച്ച് കിടക്കാന്ന് പറയണം. ശങ്കറിന് ദേഷ്യം വന്നു. ഓ, ഇപ്പം നിനക്കൊരു വിചാരം ഉണ്ടായിരിക്കും, നിന്റെ കൂടെ കിടന്നാലും എനിക്ക് ഉറക്കം വരുള്ളൂ, എപ്പോഴും നീ അടുത്ത് വേണമെന്നൊക്കെ. അതൊക്കെ നിന്റെ വെറും ചുമ്മാ തോന്നല്ലേ ഗൗരി. എനിക്ക് നീ അടുത്തില്ലെങ്കിലും ഉറങ്ങാൻ പറ്റും, നല്ല സുഖമായിട്ട് ഞാൻ പോയി കിടന്നുറങ്ങും. എനിക്കിപ്പോൾ നീ അടുത്ത് വേണമെന്ന് ഒരു നിർബന്ധമില്ലെന്ന് പറയണേ എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ആ ബെഡേ കിടക്കുന്ന ബെഡ്ഷീറ്റ് ഞങ്ങളെ വലിച്ചു പൊക്കി ഇങ്ങോട്ട് അപ്പുറത്ത് മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ്. വല്ലാത്ത സങ്കടം വന്നുപോയി ഗൗരി ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല ശങ്കറിനെയും മനമാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പെട്ടെന്ന് ഗൗരി പോയിട്ട് ശങ്കർ ഇങ്ങോട്ട് വാ. ശങ്കർ എന്തിനാ അങ്ങോട്ട് പോകണം, ദേ ഗൗരി മര്യാദയ്ക്ക് നീ എവിടെയെങ്കിലും കിടന്ന് ഉറയിക്കോ, എൻ്റെ കാര്യം നീ നോക്കാൻ വന്നേക്കല്. ഞാൻ ഈ വീട്ടിൽ പണി ചെയ്യുന്നില്ലല്ലേ പോലും, എന്നിട്ട് ഞാൻ 3 നേരം വെട്ടി വിഴുങ്ങുന്നുണ്ട്. അതല്ലേ ഇപ്പം നിന്റെ പ്രശ്നം. നീ ശങ്കറിനെ നിനക്ക് അറിയത്തില്ല എന്നിട്ടാ ശരിക്കും. ഈ ശങ്കർ ആരാ നീ അറിയാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ശങ്കർ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. ഗൗരിക്ക് മുറി വന്നിരുന്നപ്പോൾ ശരിക്കും കരച്ചിലാ വന്നേ. എന്ത് തെറ്റി എന്ന് പോലും ഗൗരിക്ക് മനസ്സിലായിട്ടില്ല. കമലടത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതായിരിക്കും ഇപ്പൊ താൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അമ്മയച്ഛനെ എന്തൊക്കെയോ പറഞ്ഞ് ശങ്കറിനെ മാറ്റിയെടുത്തിട്ടുണ്ട്. അതെന്ത് കാരണമാണെന്ന് പോലും അറിയത്തില്ല. പക്ഷെ അത് ശങ്കറിന് നല്ലതിനല്ല, ശങ്കറിന് നാശത്തിനാന്നുള്ള കാര്യം ഗൗരിക്ക് മനസ്സിലായി. ശങ്കറിന് ഇനിയിപ്പം എന്തെങ്കിലും പറഞ്ഞ് തിരുത്തിയില്ലെങ്കിൽ ഈ പ്രശ്നം കൂടുതൽ രൂക്ഷമാകുള്ളൂ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അങ്ങനെ ശങ്കർ വീട് വിട്ടു പോവോ, ആ ഒരു ടെൻഷൻ ഗൗരിയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ എങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ ശങ്കർ എന്താ കാണിച്ചു വിട്ടെന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ ഓർത്തിട്ട് ഗൗരിക്ക് കിടന്നിട്ട് ഉറക്കം പോലും വന്നില്ല. ഗൗരി ഇങ്ങനെ അവിടെ പിന്നെ ബെഡിൽ കയറി ഇരിക്കുവാണ്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.